ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ജെ ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, കാരണം നമുക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മുടെ ക്യാമറമാൻ പരീക്ഷയായിരുന്നു, അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഞാൻ അടുപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കുറച്ച് വീഡിയോ ഇടാൻ കുറച്ച് ലാഗായത്. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിച്ച് കുറച്ച് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് കമൻറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാർ സർക്യൂട്ടിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമ്മളത് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മൾ പുതിയ ചെയ്യണ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ചേസ് ചെയ്ത വീഡിയോ കിട്ടണമായിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ നമ്മളിന്ന് സൗണ്ട് സിസ്റ്റം അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്, സ്ഥലങ്ങളൊക്കെ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നുള്ളൂ, അത് ചെയ്ത് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ പലർക്കും പല രീതിയിൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്ത രീതി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ സെറ്റിങ് വരുന്നത്. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടിയിൽ ഈ സാധനം ഇതിൽ വേറെ കുറേ സാധനങ്ങൾ വരുന്നതുകൊണ്ട്, കുറേ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യണമുണ്ട്. ഇതിൽ നമ്മൾ ഇതിൻ്റെ ഈ സൗണ്ട് സിസ്റ്റം നമ്മൾ ഒതുക്കി ചെയ്താണ് ബാക്കിലേക്ക്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡ് വശത്തായിട്ട് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ചെയ്ത് നോക്കിയത്. പിന്നെ അത് ഊരിക്കഴിഞ്ഞാൽ പിന്നെ അതാകെ പ്രശ്നം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു മെയിൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ USB ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കാനുള്ള ബോർഡ്, ഇത് ബാസ് ഫിൽറ്റർ, ഒരു ആംപ്ലിഫയർ ബോർഡ്. ഈ ആംപ്ലിഫയർ ബോർഡ് 4440 ആംപ്ലിഫയർ ബോർഡാണിത്. ഇതിന് അത്യാവശ്യം നല്ല ഒരു സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനം കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 കണക്ഷൻ ഇൻപുട്ട് വരുന്നത്. ഇതിലിപ്പോൾ ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ് അങ്ങനെ വരുന്നത്. അതിപ്പോൾ ഇതിൽ നമ്മൾ റൈറ്റ് എടുത്തിട്ട് നമ്മുടെ ഫിൽറ്റർ ബോഡിക്ക് കൊടുത്തിരിക്കുകയാണ്. അതേമാതിരി എർത്തും ഫിൽറ്റർ ബോഡിക്ക് കൊടുത്തിട്ട് ഫിൽറ്റർ ബോഡിയിൽ നിന്നാണ് നമ്മൾ പിന്നെ കണ്ടില്ലേ, ഇതാണ് ഫിൽറ്റർ ബോർഡിൻ്റെ ഔട്ട് വരുന്നത്. ഇതിൻ്റെ ഔട്ട് നമ്മുടെ ആംപ്ലിഫയറിക്ക് ഇതിങ്ങനെ ആംപ്ലിഫയറിക്ക് കൊടുക്കുക. ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റിലേക്കും ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റിലേക്ക് കൊടുക്കുക, ഇതിൻ്റെ റൈറ്റിലേക്ക് കൊടുക്കുക. സോറി കേട്ടോ, നമ്മൾ അതിൽ നിന്ന് എടുത്തത് ലെഫ്റ്റ് ആയിരുന്നു, റൈറ്റ് അല്ല. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. എന്നാൽ നമ്മൾ ഒരെണ്ണം ഡയറക്റ്റ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് നേരിട്ട് ആംപ്ലിഫയർ ബോഡിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിൽറ്റർ വയ്ക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാസ് മാത്രമായിട്ട് ഒരു ചാനലിൽ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഇൻപുട്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് കൊടുക്കണം ഇതിലാണ്. 12 വോൾട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ, നമുക്കിതിവിടെ ഒതുക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്കൊരു റെഗുലേറ്റർ ഐസിയും കൂടി വരുന്നുണ്ട്. അത് ഞാൻ അവിടെ ചൊട്ടിച്ച് പോയി, ഊരാൻ പറ്റണില്ല. ഇത് 7805 റെഗുലേറ്റർ ഐസിയാണ് വരുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ കൊടുത്തലാണ്ടില്ലേ. അപ്പോൾ ഇതിൽ സെൻറ്റർ നെഗറ്റീവ്, മുകളിൽ 5 വോൾട്ട്, അടിയിൽ 12 വോൾട്ട്, ഇതിങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് നമുക്ക് ഇത് ഓൺലൈനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പറ്റാന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൻ്റെ സർക്യൂട്ട് ഞങ്ങൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് സംഭവം സെറ്റ് ചെയ്യാം, അസംബിൾ ചെയ്തെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വയറിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നേ ചെയ്തിട്ടിട്ടുണ്ട്. കാര്യം നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചീറ്റി പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ സൗണ്ടിൻ്റെ ഈ സാധനം വെക്കുന്നത് അപ്പോൾ കൊടുത്തിടണം. നമ്മൾ ഇതിൻ്റെ മറ്റേ കൺട്രോൾ ബോർഡ് വയ്ക്കുന്നത് സൈഡിൽ, ബാക്കിലത്തെ ഡിക്കിയിൽ അവിടെ കേട്ടോ, ബാക്കിലത്തെ സൈഡ് ഡിക്കില്ല അവിടെ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ട് ഈ സാധനം കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ കൊണ്ട് ഒട്ടിക്കാം. എന്നിട്ട് ഇവിടെ ഒട്ടിക്കാം. അപ്പോൾ സംഭവം സ്ട്രോങ് ആയി. ബാക്കി പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് സ്ട്രോങ് ആയിക്കൊണ്ട്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ആംപ്ലിഫയർ ബോർഡ്, ആംപ്ലിഫയർ അല്ല, ഫിൽറ്റർ ബോർഡ് വയ്ക്കുക. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയിലും എനിക്കിരിക്കും, അല്ലെങ്കിൽ വെച്ചാൽ ഈ കൊലം കെട്ടിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ചെറിയ ഹോളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട് വയറണേ ഭംഗിക്ക് വേണ്ടിയിട്ടില്ല, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഉള്ളിൽ ഇടുക. പിന്നെ അവിടെ വേറെ എന്തൊക്കെ ഇതിവിടെ വെച്ചിട്ട് ഒരു കാര്യം മറന്നുപോയി. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സാധനം മറന്നുപോയി എന്നാണില്ലേ, ആ സാധനമാണ് ഇതേ കൊണ്ടെന്ന് വെച്ചു, പക്ഷെ ചൂടാക്കാൻ മറന്നുപോയി. പിന്നെ ചൂടാക്കാണ്ട് ഇതിൽ നിന്ന് ഗ്ലൂവും വരില്ല. എന്ത് ചെയ്യുക, ഓരോരോ വൃത്തിയിട്ട ആചാരങ്ങളെ ഇടിക്കട്ടെ. അതങ്ങോട്ട് വെച്ചിട്ടാണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ അവിടെ ഫിക്സ് ആയി അവിടെ ഇരുന്നോളൂ. ഊരണ്ടി വന്നാലാണ് മൂഞ്ചി. അപ്പോൾ നമുക്കിനി നമ്മുടെ ആംപ്ലിഫയർ ബോർഡ് ഇതിലെ മെയിൻ താരത്തിന് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ബോർഡിനെ നമുക്ക് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഈ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ, നമ്മുടെ ഇൻസ്റ്റ ID നമ്മൾ അടിയിൽ കൊടുക്കാം. അപ്പോൾ അതിൽ എന്നിട്ട് മെസ്സേജ് അയച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്
ലെഫ്റ്റ്, റൈറ്റ് ഇവിടെ ലെഫ്റ്റ്, സെൻട്രലിൽ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് നേരിട്ട് നമ്മുടെ USB ബോർഡുമെന്നും റൈറ്റ് നേരിട്ട് USB ബോർഡുമെന്നും ലെഫ്റ്റ് ഫിൽറ്റർ ബോർഡുമെന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രൗണ്ട് നമ്മൾ എടുത്തുള്ളത് ഫിൽറ്റർ ബോർഡുമെന്ന് തന്നെയാണ് കേട്ടോ. നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് മിക്സിങ് വരുന്ന കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ആക്കി എടുത്തുള്ളത്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതാണ് ഇത് 12 വോൾട്ട് കൊടുക്കാനുള്ളത്, പവർ കൊടുക്കാനുള്ളത്. ഇത് നമ്മുടെ 2 ഔട്ട്പുട്ടുകൾ. അപ്പോൾ നമ്മളിത് മോണോയിട്ടല്ല വർക്ക് ചെയ്യണത്. നമ്മൾ ആദ്യം ഇതിൽ 2 ആംപ്ലിഫയർ വെച്ചിട്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത്. പക്ഷേ അത് ചിരിപ്പോയെന്നല്ല, നമ്മുടെ ബാറ്ററി നമുക്ക് വെക്കാത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ച് ഒറ്റ ആംപ്ലിഫയർ ആക്കി. അപ്പോൾ ഇതിൽ നമുക്ക് തന്നെ ലെഫ്റ്റ് സബും റൈറ്റ് സ്പീക്കറുമാണ് വരുന്നത്. അപ്പോൾ നമുക്കത് ഇനി ബാക്കി അസംബിൾ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡ് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലായിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ അത് നമ്മുടെ ഈ വയർ നമ്മളിതിൻ്റെ മറ്റേ പവർ സപ്ലൈ കൊടുക്കുന്ന വയറൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സൈഡിലേക്ക് ഇടുകയാണ്. കാരണം നമ്മൾ സൈഡിൽ അതിൻ്റെ സ്വിച്ചും ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിലും അടിയിലൊക്കെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇനി സ്വിച്ച് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഇതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ചാൾ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചതാണ്, വേറൊരു സാധനത്തിന് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇളക്കി പറിച്ച് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇതാണ് സംഭവം വരുന്നത്. ഇതിപ്പോൾ രണ്ട് ബാറ്ററിയാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഒറ്റ ബാറ്ററിയുമ്പോൾ അത് വർക്ക് ചെയ്യില്ല, നോയ്സ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ബാറ്ററി വെച്ചിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കണക്ഷൻസ് കൊടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ 2 കണക്ഷൻസ്, ഇതൊരെണ്ണം നമ്മുടെ 5 വോൾട്ട് റെഗുലേറ്ററിൽ നിന്നും ഇത് നമ്മുടെ ആംപ്ലിഫയറും ഇത് നമ്മുടെ സബിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് റെഗുലേറ്ററിൻ്റെയും ആംപ്ലിഫയറിൻ്റെയും സെയിം കണക്ഷനാണ് കൊടുക്കുന്നത്. നമ്മൾ ഫിൽറ്റർ ബോർഡിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് 12 വോൾട്ട് കൊടുക്കുകയാണ്. അതായിരിക്കും ബെറ്റർ. കാരണം അല്ലെങ്കിൽ പലപ്പോഴും ഈ നോയ്സ് വരുന്നൊരു പ്രോബ്ലം, ഇങ്ങനെ ടൂന്നായിട്ട് സൗണ്ട് വരുന്നൊരു പ്രോബ്ലം കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൊണ്ട് കണക്ട് ചെയ്യാം. അപ്പോൾ സോക്കറ്റ് ഇത് നമുക്ക് ആംപ്ലിഫയറിന് കൊടുക്കാം. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ വെറുതെ പിരിച്ച് വയ്ക്കണമല്ലോ കേട്ടോ. അപ്പോൾ നമ്മളിനി അതിൻ്റെ ബാക്കി കുറച്ച് സെറ്റിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മുടെ ബോഡി ഇതുമ്പോൾ വെച്ചതിന് ശേഷമാണ് ബാക്കി ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ പിന്നാലെയായിട്ട് വരും. പെട്ടെന്നല്ല, പക്ഷെ അവിടെ പിടിക്കും. കുറച്ചൊക്കെ സെറ്റിങ്സൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് നമ്മളെ വീഡിയോസ് ഇങ്ങനെ പതുക്കെ നമുക്കിതിന് കണക്ട് ചെയ്യാം. ഓക്കെ, മറ്റേ നെഗറ്റീവ് പോസിറ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതും പോയാൽ ഇല്ല, കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാറ്ററി ഇതേ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 ബാറ്ററി. നമുക്ക് ഇനി ഇത് ഓൺ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സംഭവം കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വർക്കിംഗ് ആയിട്ടുണ്ട് എല്ലാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ പാട്ട് വെച്ചോക്കാം. അപ്പോൾ ചെറിയൊരു നോയ്സ് ഉണ്ട്, കാരണം നമ്മുടെ ബാറ്ററി നമ്മൾ കുറച്ച് വർക്ക് ചെയ്യിപ്പിച്ചത് അതിൻ്റെ ബാറ്ററി ചാർജ് ഒന്ന് കുറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് പാട്ട് വെച്ച് നോക്കാം.
അങ്ങനെ എന്താ പറയുക, അപ്പോൾ സെറ്റ് ചെയ്തു, ഞങ്ങൾ ആ പാട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ വിചാരിച്ചായിട്ട് കൂടുതൽ എഫക്റ്റ് കിട്ടി. അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റ ID നമ്മുടെ അടിയിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ വന്ന് ചോദിക്കാം. പിന്നെ എന്നിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇനി വരും. ഇതിനെക്കുറിച്ചുള്ള വേറെ ഇതിൻ്റെ കുറേ VU മീറ്റർ അങ്ങനെ കുറേ സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി സ്റ്റേ ട്യൂൺ. അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളത് കൂടി കേട്ടിട്ട് ഓക്കെ. ഞാനിത് ഓഫ് ചെയ്തു. നീ ആയിട്ടൊന്നും ഫോണിരിക്കുന്നത്